ഓണാഘോഷം ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ മാത്രമാണോ? അങ്ങനെയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളെ, ഓണം ഹിന്ദുക്കളുടെയാണ്, അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നും പങ്കെടുക്കേണ്ട, മുസ്ലിമും ക്രിസ്ത്യാനിയും ഓണാഘോഷം നടത്തേണ്ട, ഓണം ആഘോഷിക്കേണ്ട എന്ന് പറയുന്ന ആളുകളെ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവഗണിക്കുക. പക്ഷേ കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതുപോലെ ഇത്തരക്കാരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും ഭാരമില്ലാതെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. നിയമവിരുദ്ധമായി അവരെ കടന്നാക്രമിക്കണമെന്നും വഴിയിലിട്ട് തല്ലണം എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ കുറഞ്ഞ പക്ഷം അവരെ വിരൽ ചൂണ്ടി ചോദ്യം ചെയ്ത് നിങ്ങളല്ല ശരി, നിങ്ങളല്ല കേരളം എന്ന് പറയാനുള്ള ഉത്തരവാദിത്വമെങ്കിലും നമ്മളിൽ വന്നു ചേരുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ കേരളം എന്ന് പറയുന്ന ബഹുസ്വര സമൂഹത്തിൽ ഓണവും പെരുന്നാളും വിഷുവും ക്രിസ്മസും എല്ലാം എല്ലാവരുടേതുമായി ആഘോഷിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. അതിനിടയിൽ കയറി വിഷം കലർത്താൻ ശ്രമിക്കുന്നവർക്ക് വളം വെച്ച് കൊടുക്കുന്ന ഇത്തരം പ്രസ്താവനകൾ, ഇത്തരം പ്രതികരണങ്ങൾ ഒരു കാരണവശാലും വകവെച്ച് കൊടുക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് ആണയിട്ട് അടിവരയിട്ട് പറയുന്നു, ഓണം ഹിന്ദുവിൻ്റെ മാത്രമല്ല മുസ്ലിമിൻ്റെയുമാണ്, ക്രിസ്ത്യാനിയുടെയുമാണ്, മുഴുവൻ മലയാളികളുടെയുമാണ്, മുഴുവൻ കേരളീയരുടെയും എന്നല്ല, ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മലയാളികളുടെയുമാണ് ഓണാഘോഷം. അതിൻ്റെ അകത്ത് കയറിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും, ഏത് തൊപ്പിക്കാരായാലും, അത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് നേരെ കരിയോയിലൊഴിക്കലായി പരിഗണിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണം, നേരിടണം എന്നാണ് വിനീതമായി പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞ കാര്യം എത്ര സുന്ദരവും മനോഹരവുമായാണ് അദ്ദേഹം കേരളത്തിൻ്റെ ബഹുസ്വരതയുടെ സന്ദേശം ജനങ്ങളോട് പറഞ്ഞത്. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ? നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണോ? നക്ഷത്രം തൂക്കുന്നത് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ മാത്രമാണോ? അതുപോലെ തന്നെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ആഘോഷിക്കുന്നത്, ഓണം ആഘോഷിക്കുന്നത്, വിഷു ആഘോഷിക്കുന്നത്, വിഷുവിന് വിഷു കൈനീട്ടം എന്നൊരു കാര്യം ഏറ്റവും കുട്ടിക്കാലത്ത് തന്നെ ഹിന്ദുക്കളല്ലാത്ത കുട്ടികൾ ശീലിക്കുന്നില്ലേ? അവരുടെ വീടുകളിൽ അവർ വിഷു കൈനീട്ടം ചോദിച്ചു വാങ്ങുന്നു. ആ ശീലം കൊണ്ട്, ഏതാ കഴിഞ്ഞ വർഷം കിട്ടിയ ശീലം കൊണ്ടാണ് ഈ വർഷവും ചോദിക്കുന്നത്. ആ ശീലമുണ്ടാകുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ കേരളം അങ്ങനെ ഒരു ശീലങ്ങൾ കുടുംബങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഓണത്തിന് അത്തം 10 ദിവസവും പൂക്കളമിടുന്ന എത്ര 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 മുസ്ലിം വീടുകളുണ്ടെന്നറിയാമോ? എത്ര ക്രിസ്ത്യൻ വീടുകളുണ്ടെന്നറിയാമോ? കുട്ടിക്കാലം മുതൽ അത് കണ്ട് ശീലിച്ചവരല്ലേ നമ്മൾ. ഓണസദ്യ എന്ന് പറയുന്നത് നായരുടെയും നമ്പൂതിരിയുടെയും ഈഴവൻ്റെയും പുലയൻ്റെയും അങ്ങനെ ഹിന്ദുക്കളുടെ എല്ലാ അവാന്തര വിഭാഗങ്ങളുടെയും മാത്രമാണോ? അത് മുസ്ലിമിൻ്റെയാണ്, ക്രിസ്ത്യാനിയുടെയാണ്. എല്ലാ ഓണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം, സദ്യ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും മലയാളിയുടേതാണ്. അതിന് എന്തിനാണ് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുന്നത്? എന്തിനാണ് അതിനെ മതത്തിൻ്റെയോ ജാതിയുടെയോ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ പേരിലാക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയുള്ള ആളുകൾ ആരുടെ ഏജന്റുമാരാണ്? ആർക്ക് വേണ്ടിയാണ് ഇവർ സംസാരിക്കുന്നത്? അതാണ് പ്രധാനം. വർഗീയവാദികളായ ഫാസിസ്റ്റുകളായ രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന ആളുകളുടെ ആ രാഷ്ട്രീയത്തിന്, ആ ഇടുങ്ങിയ ചിന്താഗതിക്ക് വളം വെച്ച് കൊടുക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പോയിട്ട് പിറ്റേ ദിവസം സെക്കുലർ പൊളിറ്റിക്സും പറയും. എത്ര വിചിത്രമാണ്, എത്ര നീചമാണ്, എത്ര കാപട്യമാണ്. അതുകൊണ്ട് ഓണം എന്ന് പറയുന്നത്, പെരുന്നാൾ എന്ന് പറയുന്നത്, മറ്റ് ക്രിസ്മസ് ഏതാഘോഷവും കേരളത്തിൻ്റെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും അത് എല്ലാ വിഭാഗങ്ങളുടെയുമാണ്. ഇത് ഓണക്കാലമാണ്. ഓണക്കാലത്ത് ഓണത്തിനിടയിൽ ഇത്തരം വിഷക്കുപ്പി കച്ചവടവുമായി ഒരാളും ഇറങ്ങി തിരിച്ചു പോകരുത് എന്ന് കേരളത്തിൻ്റെ മനസാക്ഷി മുൻനിർത്തി താക്കീത് ചെയ്യാൻ ഒരു മലയാളി എന്ന നിലയ്ക്ക് ആഗ്രഹിക്കുകയാണ്. ആരും നിങ്ങളെ ഓണം ആഘോഷിക്കാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആഘോഷിക്കാൻ വീട്ടിലിരുന്നോളൂ. ഓണം ആഘോഷിക്കുന്ന മലയാളി മുസ്ലിമിനെ, മലയാളി ക്രിസ്ത്യാനിയെ അത് വേണ്ടെന്ന് പറഞ്ഞ് വിലക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? ആരാണ് നിങ്ങൾക്ക് മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും അട്ടിപ്പേർ അവകാശം തന്നിരിക്കുന്നത്? ഒരാളും തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറേ ആളുകളുടെ പേര് പറയുന്നില്ല. അവരൊക്കെ
നാവടക്കി മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം പറയുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമിയെ പോലുള്ള നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഓണം ഞങ്ങളുടേതുമാണ്, പെരുന്നാൾ ഞങ്ങളുടേതുമാണ്, ക്രിസ്മസ് ഞങ്ങളുടേതുമാണ്, മനുഷ്യൻ്റെ ആഘോഷങ്ങൾ എല്ലാ മനുഷ്യരുടേതുമാണ് എന്നാണ്. മനുഷ്യനാവുക എന്നതാണ് പ്രധാനം. മനുഷ്യനാവാതെ എന്തായിട്ടും കാര്യമില്ല. എന്ത് പാണ്ഡിത്യത്തിൻ്റെ വർത്തമാനങ്ങൾ, കപട വർത്തമാനങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ ഓണം ആഘോഷിച്ചോളാം, നിങ്ങൾ നിങ്ങളെ പാട് നോക്കൂ എന്ന് കേരളം പറയുന്നത്, ജാതിമത വ്യത്യാസമില്ലാതെ പറയുന്നത് കേൾക്കാൻ ചെവി തുറന്ന് തയ്യാറാവുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നന്ദി.